ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബാംഗ്ലൂരിൽ വന്നിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ ബാംഗ്ലൂരിൽ വന്നേരം ഞാൻ എൻ്റെ സിസ്റ്ററെ വീട്ടിലാണ് നിൽക്കലെപ്പോവും. അപ്പം അന്ന് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എൻ്റെ ചേച്ചി ബിരിയാണി പാർസൽ വാങ്ങുക ചെയ്തത്. അപ്പം മേഘ്ന ബിരിയാണി, അവിടെയുള്ള ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ബിരിയാണിയാണ് മേഘ്ന ബിരിയാണി. അപ്പം അത് ഓർഡർ ചെയ്തു. അപ്പം അത് ഹോട്ടായിട്ട് ആയപാടന്നെ അവർ പാർസലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടു തന്നു. അപ്പം മേഘ്ന ബിരിയാണി എന്ന് പറയുമ്പം സാധാരണ ബാസ്മതി റൈസ് മസാല വെള്ളത്തിൽ വേവിച്ചതാണെന്ന് തോന്നുന്നത്. പക്ഷെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ആ ബാസ്മതി റൈസിന്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസ്. അതുപോലെ അതിൻ്റെ മസാലയെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവറാണ് വരുന്നത്. പിന്നെ ഇതിലേക്ക് ബോൺലെസ് പീസസ് ആണ് സാധാരണ എടുക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ബോൺലെസ് പീസാണ്. അപ്പോൾ അത് റൈസ് സെപ്പറേറ്റ് ആയിട്ടും പിന്നെ ചിക്കൻ പീസസ് മസാലയിൽ കുക്കാക്കിയിട്ട് അതും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ വെക്കുക ചെയ്യാറ്. അപ്പം ബിരിയാണി കഴിച്ചു. നമ്മൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ആ ബിരിയാണി. നമ്മളെ നാട്ടിൽ ബിരിയാണിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റ്. നല്ലൊരു മസാല ഉണ്ട്. അങ്ങനെ ഓവർ മസാലയൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറായിരുന്നു കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഒരു ആന്ധ്ര ബിരിയാണി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ. രണ്ടും ഏകദേശം ഒരേ ഫ്ലേവറായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി കഴിച്ചു അന്ന് ഉച്ചക്ക്. അപ്പം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സിസ്റ്റർ കുറേ ബിരിയാണി എനിക്ക് പാഴ്സലാക്കി ചെയ്യുകയും ചെയ്തു, ട്രാവൽ ചെയ്യുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എൻ്റെ ചേച്ചി എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. എൻ്റെ സിസ്റ്റർ ജയ്പൂർ പോയരം കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളയും ഉണ്ട്, അതിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള കമ്മലും. എൻ്റെ സിസ്റ്റർ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കമ്മലും വളയും അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, കീ ചെയിൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വളകൾ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ കുറേ സാധനം പാക്കെല്ലാം ചെയ്തു. അങ്ങനെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതാണ് ഫ്രണ്ട്സ്. ഞാൻ ലഗേജെല്ലാം റെഡിയാക്കി. ഇനി നമ്മളെല്ലാവരും ഒരു സെൽഫി എടുത്തിട്ട് തിരിച്ച് മടങ്ങാൻ പോവാണേ. ബൈ.